അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം എന്താ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അതിനിടയ്ക്കുണ്ടായ കുറച്ച് സർപ്രൈസും ഒക്കെ ആയിട്ട് അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. ഇപ്പം രാവിലെ ആദ്യം തന്നെ ഞാൻ എന്താ പാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചായക്ക് വേണ്ടി. അപ്പം ഞാൻ ചായ കുടിക്കില്ല, മക്കൾക്ക് മാത്രം മതിയായിരുന്നു. അതിന് ശേഷം എന്താ ഞാൻ അപ്പത്തിനൊക്കെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്താ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പമാണ്. അപ്പം അപ്പത്തിനുള്ള മാവിലേക്ക് ഞാൻ ഉപ്പും സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുകയാണ്. രാവിലെ 6 മണിയായപ്പോൾ മോൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ രാവിലെ ട്യൂഷന് കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലോട്ട് കയറിയത്. അടുക്കളയിൽ പിന്നെ എന്താ മോന് 8 മണിക്ക് പോകണം, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉച്ചത്തേക്കിനുള്ളതും മക്കൾക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ചോറിനൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം എന്താ അപ്പത്തിനുള്ള മാവെല്ലാം കലക്കി വെച്ചപ്പോഴേക്കും പാലെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് തേയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് 2 പേർക്ക് മാത്രമായതുകൊണ്ട് കുറച്ച് മാത്രം മതി. പിന്നെ എന്താ അധികം കടുപ്പമൊന്നും അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ തേയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ തിളച്ചതൊക്കെ ഒന്ന് ഒഴിച്ചും പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അപ്പത്തിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ അപ്പം നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇന്ന് അപ്പവും ചമ്മന്തിപ്പൊടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. മക്കൾക്ക് ചമ്മന്തിപ്പൊടി അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവർക്ക് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് അടിപൊളിയായിട്ടുള്ള നല്ല സൈഡൊക്കെ മൊരിഞ്ഞിട്ടുള്ള അപ്പം ആണ് റെഡിയായി കിട്ടിയത്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പം അതിന് ശേഷം ഞാൻ ഒരു ചീനിച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനാണ്. പണ്ടൊക്കെ ചായക്കടയിൽ അപ്പത്തിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിപ്പൊടി ഇട്ട് നല്ല ടേസ്റ്റാണ് അത് കൂട്ടി അപ്പം കഴിക്കാൻ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ട് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയത് തന്നെ. അപ്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യണത്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് അല്പം കടുവൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം ഞാനിത് ഒന്ന് ചൂടാക്കണ നേരത്ത് അങ്ങോട്ടൊന്ന് മാറിയപ്പോഴത്തേക്കിന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ. ഇത്തിരി ഒന്ന് മൂത്തുപോയി. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അരച്ച് വെച്ചേക്കുന്ന, അതായത് ചതച്ചെടുക്കണം. ഈ ഒരു തേങ്ങയിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളിയും കുറച്ച് മുളക് പൊടിയും അല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് ഈ ഒരു ചമ്മന്തി ഒന്നിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. അതിൽ ആ വെള്ളത്തിൻ്റെ ഒരു മയമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. വെള്ളം ഒഴിക്കാതെ വേണം അത് നമ്മൾ ചതച്ചെടുക്കാൻ. അപ്പോൾ അതിന് ഇതേ രീതിയിലൊന്ന് വറുത്തെടുക്കണം. കുറച്ച് നേരം ആ ഒരു നനവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിയും അപ്പവും കൂടെ കഴിക്കാൻ. കൂട്ടത്തിൽ 2 പപ്പടവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എനിക്കിന്ന് പപ്പടം ഇല്ലായിരുന്നു. എന്നാലും ഞാൻ ചമ്മന്തിയും അപ്പവും കൂട്ടി കഴിച്ചു. പിന്നെ മോക്ക് ഇന്ന് അപ്പമാണ് കൊടുത്തു വിട്ടത്. ചോറ് വേണ്ട, അപ്പം മതി എന്ന് പറഞ്ഞ് കുറച്ച് ചിക്കൻ കറിയും അപ്പവുമായിട്ട് അവൾക്ക് കൊടുക്കാനുള്ള എല്ലാം തയ്യാറാക്കിയായിരുന്നു. അതിനുശേഷം ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ കാപ്പിയൊക്കെ കുടിക്കുകയുള്ളൂ. അല്ലാതെ രാവിലെ എനിക്ക് പോണ തിരക്കിൽ, മക്കളെയൊക്കെ വിടുന്ന തിരക്കിൽ ഒന്നും കഴിപ്പിക്കുന്നതൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷമാണ് ഞാൻ കഴിക്കാനൊക്കെ ഇരിക്കുകയുള്ളൂ. ഒരു 9:30-10 മണിയൊക്കെ ആകും അപ്പോഴേക്കും. അപ്പം ഞാൻ എനിക്ക് കഴിക്കാനുള്ള അപ്പവും കട്ടൻ ചായയും ഒക്കെ ആയിട്ട് വന്നിരിക്കുക. എന്നൊന്നും കട്ടൻ ചായ ഒന്നും കുടിക്കത്തില്ല. ചില ദിവസങ്ങളിൽ ഒന്ന് കുടിക്കണം, ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ഈ ഒരു കട്ടൻ ചായയും ഒക്കെ ഇട്ടുകൊണ്ട് കഴിക്കാനിരിക്കുകയുള്ളൂ. അപ്പോൾ പപ്പടവും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല, ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ചൊവ്വാഴ്ച രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങൾ. പിന്നെ ഉച്ചയത്തെ ഫുഡൊക്കെ ഞാൻ തയ്യാറാക്കിയിരുന്നു. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയില്ല. കുറച്ച് മാത്രം ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് എന്നെ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച എനിക്ക് വന്നൊരു ഗസ്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പം എന്നെ കാണാൻ വീണ്ടും ഒരു യൂട്യൂബർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്കൊരുപാട് സന്തോഷമായി വന്നതിൽ. അത്രയും ദൂരത്തു നിന്നും നമ്മളെ കാണാൻ കുറച്ച് സമയം നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി എത്തിയല്ലോ, അതിന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പം ആരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മനസ്സിനുടമയായ നമ്മുടെ രവിച്ചേട്ടനാണ് കാണാൻ വന്നത് കേട്ടോ. രവിച്ചേട്ടനും ഫാമിലിയാണ് കേട്ടോ വന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അവരെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അവരിവിടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. വന്ന കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് കണ്ടതാണ്. അപ്പം എന്താ രവിച്ചേട്ടനാണ് വന്ന്, എൻ്റെ ഇക്കയാണ് പോയി കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം അന്ന് ഇക്ക അവിടെ ഉണ്ടായിരുന്നു. ഇക്ക പോയി അവരെ കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ അവരുടെ ഫാമിലിക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരുടെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പിന്നെ അവർക്കായിട്ട് കുറച്ച് പൊരിച്ച പത്തിരിയും പിന്നെ പാലാടയും ബീഫ് കറിയും ബീഫ് പെരട്ടിയും ഒക്കെ തയ്യാറാക്കി വെച്ചു. സംഭവം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്താ രാവിലെ എത്തിയത് കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിപ്പോയി അങ്ങ്. അപ്പം പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനേ പറ്റത്തില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്, മറന്നു പോകും, വീഡിയോയുടെ കാര്യമൊക്കെ മറന്നു പോകും. അപ്പോൾ അതിനുശേഷം പിന്നെ അവർക്ക് ഉച്ചയ്ക്കുള്ള കുറച്ച് പൊതിച്ചോറ് എൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് തന്നെ ആൾ പറഞ്ഞായിരുന്നു, ഇതുപോലെ എനിക്കൊരു പൊതിച്ചോറ് എന്തെങ്കിലും ഒരിക്കൽ തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനും പിന്നെ പൊതിച്ചോറാണ് ഉച്ചത്തേക്കിന് തയ്യാറാക്കിയത്. അപ്പോൾ അവർ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയതേ ഇല്ല കേട്ടോ. തിരക്കും ഒക്കെ ആയിട്ട് പെട്ടെന്നുള്ള ഒരിതായിരുന്നു. എനിക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭാര്യയും മക്കളെയും ഒക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് അവർ പൊതിച്ചോറൊക്കെ ആയിട്ട് അവർ പോയി. അങ്ങനെ പോണ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നേരെ ഭീമാപ്പള്ളിയിലും ശംഖുമുഖവും ഒക്കെ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് കറങ്ങിയിട്ടാണ്, രാത്രിയിലായിരുന്നു പിന്നെ അവർക്കുള്ള ട്രെയിന്. അപ്പോൾ അവർ രാത്രി തിരിച്ചു പോവുകയും ചെയ്തു. വീട്ടിലോട്ട് വരാനുള്ള സമയമില്ലെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിലോട്ട് വരാൻ സമയമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ അവർ വന്ന ട്രെയിന് നേരത്തെ എത്തിയത് കൊണ്ട് കുറച്ച് നേരം സമയം കിട്ടി. അങ്ങനെയാണ് വീട്ടിലോട്ട് വന്നത്. പിന്നെ എൻ്റെ ഇക്ക പോയിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. വീടൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അവർ അവിടുന്ന് ഒരു ആട്ടോ വിളിച്ച് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇക്ക പോയി കൂട്ടിക്കൊണ്ടുവന്ന്. അപ്പോൾ മാഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.